ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തന്നാലും നബിയെ, ഒരു ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ നബിയെ? ഈ കാര്യം വേറെ ഒരാളോടും എനിക്ക് ചോദിക്കേണ്ടി വരരുത്. ഈ കാര്യം എനിക്ക് മറ്റാരോടും ഇനി ചോദിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. അങ്ങയോട് ചോദിച്ച ചോദ്യം ഇനി ഒരാൾ വേറൊരാളോട് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരാത്ത വണ്ണത്തിൽ അങ്ങെനിക്കൊരു നല്ല വാചകമെന്ന് പറഞ്ഞു തരൂ ഹബീബേ എന്ന് ചോദിച്ച് സുഫിയാൻ റളിയല്ലാഹു തആല കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്നെ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ദക്ഷിണ കന്നഡയിലെ എന്റെ പ്രിയപ്പെട്ട ഈ സൽമാന എന്ന പ്രദേശത്തുള്ള സയ്യിദ് മല എന്ന മഹല്ലത്തിന്റെ കീഴിലുള്ള എന്നെ കേൾക്കാൻ വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട കർണാടകത്തിലെ ഈ അനുഗ്രഹീതമായ മജ്ലിസിലേക്ക് കടന്നു വന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങയോട് ചോദിച്ച ഈ ചോദ്യം വേറെ ആരോടും എനിക്ക് ചോദിക്കേണ്ടി വരരുത്. അത്ര രീതിയിൽ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ നിലയിൽ എനിക്കൊന്ന് മറുപടി തരുവോ? അത്രയും ഗാംഭീര്യമുള്ള, അത്രയും പവറുള്ള, അത്രയും വീര്യമുള്ള, അത്രയും ആർജവമുള്ള ഒരു ചോദ്യമാണ് ഹബീബിനോട് ചോദിച്ചത് സൽമാൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്തായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ കൊടുത്ത മറുപടി? നൂഹ് നബിയോട് പറഞ്ഞ, ഇബ്രാഹിം നബിയോട് പറഞ്ഞ, അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞ, മൂസ നബിയോടും ഈസ നബിയോടും അല്ലാഹു പറഞ്ഞ ഈ ഉമ്മത്തിന് ശറഅാക്കിയിട്ടുള്ള കാര്യമേതാ? ആ കാര്യം തന്നെയാണ് ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്. നബിയെ, എന്നോടൊരു ഉപദേശമായെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറയുന്ന ഏറ്റവും നല്ല വാക്കേതാണ്? ഒരു മുസ്ലിമിനോട് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉപദേശം ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖുൽ ആമന്തു ബില്ലാഹ്. പറയൂ സുഫിയാനേ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന്. ആകാശം പൊട്ടിപ്പിളർന്നാലും ഭൂമി പൊട്ടിപ്പിളർന്നാലും സാഗരങ്ങളെ കരയിലേക്ക് ഇരച്ചേറിയാലും മാമലകൾ പൊട്ടിപ്പിളർന്നാലും പറയൂ സുഫിയാനേ, ആമന്തു ബില്ലാഹ്, ആമന്തു ബില്ലാഹ്, ആമന്തു ബില്ലാഹ്. എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുക. ആ കിടക്കുന്ന മഹാനായ ഈമാന്റെ പവർ കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ആ ആരിഫീങ്ങളുടെ ലോകത്തിൽ എത്തപ്പെട്ട ഈമാന്റെ പവർ കൊണ്ടല്ലേ അമ്പിയാക്കളുടെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞത്. ലോകത്തുള്ള മുഴുവനും മനുഷ്യരോടും അല്ലാഹുവിന്റെ പ്രഖ്യാപനം അത് തന്നെയാണ്, ആമന്തു ബില്ലാഹ്. പറയൂ നബിയെ, പറയൂ സഹാബ, പറയൂ സഹാബ, പറയൂ ലോകരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖുൽ ആമന്തു ബില്ലാഹ്. ഏത് പ്രതിസന്ധി വന്നാലും ഒരു മുഅ്മിനാണെന്ന് തന്നേടത്തോടെ പറയുക. ആരുടെ മുന്നിലും ഭയം പതറച്ചുകൊണ്ട് ഈമാനില്ലാത്തവനാണെന്ന് പറയണ്ട. എന്തിന്റെ മുമ്പിലും ഏതിന്റെ മുന്നിലും ആർജവത്തോടെ പറയണം, ആമന്തു ബില്ലാഹ്. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാ. അങ്ങനെ പറഞ്ഞാല് മാത്രം പോരാ സഹോദരങ്ങളെ, ഒരു വട്ടം അങ്ങനെ പറഞ്ഞാല് മാത്രം പോരാ. വാള് കാണുമ്പോ, കത്തി കാണുമ്പോ, കടാര കാണുമ്പോ, ഏതെങ്കിലും ആയുധങ്ങൾ കാണുമ്പോ ഇല്ല ഞാൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഊർജ്ജത്തിൽ ചെന്ന് പിന്നോട്ട് പോകലല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖുൽ ആമന്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, സുഫിയാൻ തങ്ങളോട് പറയുകയാണ്, ആ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന്, ആ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങോട്ടുള്ളത് കുറച്ച് വെച്ച് കൊടുത്തോളൂ, ഇങ്ങോട്ടുള്ള ഹബീബേ ഹലോ ഹലോ അങ്ങോട്ടുള്ളത് പരമാവധി കുറച്ച് കൊടുത്തോളൂ, അവര് കേൾക്കട്ടെ. ഇങ്ങോട്ടുള്ളത് കൂട്ടണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇപ്പൊ മറ്റേ കൈമുക്കലൊക്കെ തീർന്നു. കർണാടകയിലെ കാസർഗോഡ് ജില്ലയുടെ ഈ എൻഡിലും മാത്രമാണ് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി കാണാൻ പറ്റുന്നത്. എന്ത് ദ്വാരത്തോടെ കൈ ഉയർത്തിയിട്ട് ആമീൻ പറയുന്ന ഒരു നല്ല തലമുറ. അല്ലാഹു അത് ലോകത്തുള്ള എല്ലാ
പ്രദേശങ്ങളിലും അത് ഇവിടുന്ന് സ്പ്രെഡായി അല്ലാഹു വ്യാപിച്ച് അത് എല്ലാവർക്കും ആ ഒരു നല്ല പ്രവൃത്തി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് വേണം? എവിടെയും പറയണം ഞാനൊരു മുഅ്മിനാണ്. ഇതിനപ്പുറം എന്ത് വാക്കായി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കേണ്ടത്? ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു വിശ്വാസിയാണ്. അത് പറയുക മാത്രമല്ല, ശേഷം നബിതങ്ങൾ പറഞ്ഞു സുമ്മസ്തഖിം, അതിൽ അടിയുറച്ച് നിൽക്കുക കൂടി വേണം. ചുമ്മോക്കൂല. ഞാനൊരു മുഅ്മിനാണെന്ന് പറയുക മാത്രമല്ല, ഏത് പ്രതിസന്ധി വന്നാലും അതിൽ അടിയുറച്ച് നിൽക്കാൻ എനിക്ക് കഴിയണം. സഹാബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നബി തങ്ങൾ പറഞ്ഞു, ഇനി ആരോടും നീ ഇതിനെപ്പറ്റി ചോദിക്കണ്ട. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈ ക്ലാസ് അങ്ങേ അറ്റത്തെ വാചകം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ മുഅ്മിനാണെന്ന് സമ്മതിക്കുക എവിടെയും. എന്നിട്ട് സുമ്മസ്തഖിം, അതിന്റെ പേരിൽ നിന്റെ തല പോയാലും, അതിന്റെ പേരിൽ നിന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടാലും, അതിന്റെ പേരിൽ നിന്നെ കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും, അതിന്റെ പേരിൽ നിന്നെ തുണ്ട് പീസാക്കി വെട്ടി നുറുക്കിയാലും നീ അടിപതറരുത്. നീ ഉറക്കെ വിളിച്ചു പറയണം, ആമന്തു ബില്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു. അല്ലാഹു ആ ഒരു നല്ല ഈമാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലാതെ മുഅ്മിനാണെന്ന് പറയുകയും ഇന്നത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല, ഞാനൊരു സമൂഹത്തെ ഒരു സമാജത്തെ മാത്രം ഞാൻ തെരഞ്ഞെടുപ്പിച്ചിട്ട് ഞാനൊന്നും പറയുന്നതല്ല. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഞാൻ വേദന കൊണ്ട് പറയാൻ, ഗവൺമെന്റ് ഉദ്യോഗതലത്തിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി ആ ഉദ്യോഗതലത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ആരെങ്കിലും കടന്നു വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ സാധു 10,000-30,000 രൂപ ദുനിയാവിന്റെ ശമ്പളം വാങ്ങുന്ന സാധു പറയും, സലാം പറയല്ലേ, ഞാൻ ഇവിടെ ഒരു മുസ്ലിമാണെന്നും പറഞ്ഞല്ല ഇരിക്കുന്നത്, എന്റെ ജോലി തെറിച്ചു പോകും, അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറയുന്ന ദയനീയ അവസ്ഥ. 30,000 രൂപയ്ക്ക് കളയാനുള്ളതാണോ ഈ പരിശുദ്ധമായ ഈമാൻ എന്ന് പറയുന്നത്? ചിന്തിച്ചു നോക്കൂ. ഗവൺമെന്റ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കയറി ചെന്നിട്ട് നമ്മൾ കയറി ചെന്നാൽ നമ്മളെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കൂല. എന്താണെന്നറിയോ? ഞാനൊരു പള്ളിയിൽ കയറുന്ന മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ എന്നെ പിരിച്ചുവിട്ടാലോ എന്റെ ശമ്പളം പോയി, എന്റെ പെൻഷൻ കിട്ടാതെ വരും. അപ്പൊ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് താനൊരു മുസ്ലിമാണെന്നതുപോലെ മറച്ചു വെക്കുന്ന ഏറ്റവും ദുർഗതിയിലേക്ക് ഇന്നത്തെ തലമുറ എത്തപ്പെട്ടെങ്കിൽ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടി ഉറച്ചു നിൽക്കാൻ പഠിക്കണം. എന്തിനാ പേടിക്കുന്നത്? ഞാനൊരു മുഅ്മിനാണെന്ന് തന്റെ ഇടത്തോടെ പറയും. ഇതിലപ്പുറം അഭിമാനം എന്താണ്? നമ്മൾ SKSSF-കാരനാണെന്ന് SKSSF-ന്റെ പ്രവർത്തകർ പറയുന്നു. നിന്നെ SKSSF-ൽ ആക്കുന്നതിന്റെ ബേസ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് മുസ്ലിം അല്ലേ? നീ ഒരു SIS-കാരനാണെന്ന് പറയുന്നു, നീ ഒരു സമസ്തക്കാരനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നീ മറ്റേതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് എടുത്തവനാണെന്ന് പറയുന്നു. ആ പറയുമ്പോൾ നിനക്ക് വലിയ അഭിമാനമാണ്. പക്ഷെ ആ അഭിമാനത്തിന് കാരണമാകും ആ പ്രസ്ഥാനത്തിൽ നിനക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള കാരണം എന്താണ്? മുസ്ലിമായതുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിന് എന്ത് അഭിമാനം ഉണ്ടായിരിക്കും? ഞാനൊരു മുസ്ലിമാണ്, ഉറച്ച ഒരു മുഅ്മിനാണെന്ന് പറയാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരിക്കലും ചാഞ്ചാട്ടമില്ലാത്ത, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകാത്ത ഈമാൻ, ആ ഈമാൻ ഇസ്തിഖാമത്ത് എന്നാണ് അതിന് പറയുക. ആ ഇസ്തിഖാമത്തിന് അടയാളം എന്താണെന്നറിയോ? ഇത് ബഹുമാനപ്പെട്ട റബ്ബാണ് ഉസ്താദ് പറഞ്ഞല്ലോ, ഈ സ്ഥലത്തിന് അറബിയിലെ പേരെന്താണ്? ജബലു സയ്യിദ് എന്ന് പറഞ്ഞാൽ സയ്യിദു മല. എന്നാൽ ഇവിടെ ജബലുണ്ടോ? ഇത് തന്നെ ഒരു പർവ്വതമാണ്. എന്നാൽ ഇതുപോലെ ആകണം നിങ്ങൾ. ഇതുപോലെയാകണം നിങ്ങൾ. നിങ്ങളായ പോരാ, ഈ നാട് പോലെയാകണം. എങ്ങനെ? അലാമത്തുൽ ഇസ്തിഖാമത്തി കൽ ജിബാൽ. ഇസ്തിഖാമത്തുള്ള ഒരു വിശ്വാസിയുടെ അടയാളം പർവ്വതം പോലെയാണെന്നാണ്, മല പോലെയാണെന്നാണ്, ജബല് പോലെയാണ്. എന്താണ് ജബലിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ലാ യുദീബുൽ ഹർറു വലാ യുജമ്മിദുൽ ബർദു വലാ തുഹർരിഖുഹു റീഹു വലാ യുദ്ഹിബുഹു സൈലു. ഈ നാല് പ്രത്യേകത മലക്കിന്റെ പർവ്വതത്തിന്റെ ജബലിനുണ്ട്.
എന്താണെന്നറിയോ 4 പ്രത്യേകത. ഒന്നാമത്തേത് ഒരിക്കലും എത്ര കഠിനമായ ചൂട് വന്നാലും മലകൾ പർവ്വതം ആ ജബൽ ഒരിക്കലും കുരുങ്ങി പോകൂല. എത്ര വെയിലടിച്ചാലും എത്ര കഠിനമായ ചൂട് വന്നാലും എവിടെയെങ്കിലും മല ഉരുകിപ്പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ പ്രത്യേകത എത്ര കഠിനമായ ശൈത്യം വന്നാലും എത്ര തണുപ്പ് വന്നാലും ഐസ് കട്ട പോലെ ഉറച്ചു പോകൂല ഒരു പർവ്വതവും. ഒരു പർവ്വതവും അങ്ങനെ ഉറച്ചത് ഒരു ഐസ് കട്ട പോലെയാകൂല. എത്ര തണുപ്പ് വന്നാലും പർവ്വതത്തിന് കുലുക്കമില്ല. എത്ര ചൂട് വന്നാലും പർവ്വതത്തിന് കുലുക്കമില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? എത്ര കൊടുങ്കാറ്റടിച്ചാലും പർവ്വതത്തിൽ നിന്ന് ഒരു പാറ പോലും ഇളകി തെറിച്ചു പോകൂല. എത്ര കൊടുങ്കാറ്റ് വരട്ടെ പർവ്വതം അങ്ങനെ തന്നെ, മല അങ്ങനെ തന്നെ, ജബൽ അങ്ങനെ തന്നെയാണ്. നാലാമത്തേതോ ഒരിക്കലും മലവെള്ളപ്പാച്ചിലിൽ പർവ്വതങ്ങൾ മലകൾ ഒലിച്ചൊലിച്ചില്ല. എത്ര വലിയ പേമാരി, എത്ര വലിയ പ്രളയം, എത്ര വലിയ വെള്ളം കുത്തി ഒലിച്ചു വന്നാലും ഒരിക്കൽ പോലും പർവ്വതത്തെ എടുത്തുകൊണ്ട് പോകൂല. ഇത് നാലും ഒരു പർവ്വതത്തിന്റെ പ്രത്യേകതയെങ്കിൽ, ഒരു ജബലിന്റെ പ്രത്യേകതയെങ്കിലും, മലയുടെ പ്രത്യേകതയെങ്കിൽ, സഹോദരങ്ങളെ, മഹാന്മാരായ സൂഫിയാക്കളായ ആരിഫീങ്ങളായ ഔലിയാക്കളായ പണ്ഡിത മഹത്തുക്കൾ പറയുകയാണ്, അലാമത്തുൽ ഇസ്തിഖാമത്തി കൽ ജിബാൽ. ഇതുപോലെയാകണം ഒരു വിശ്വാസി ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, ഒരു വിശ്വാസി ഇസ്തിഖാമത്തുണ്ടെങ്കിൽ ഇങ്ങനെയാകണം. എത്ര ചൂട് വന്നാലും എത്ര തണുപ്പ് വന്നാലും, ഏത് കൊടുങ്കാറ്റടിച്ചാലും ഏത് മലവെള്ളപ്പാച്ചിലും ചലിക്കാത്ത ഹൃദയത്തിന്റെ ഈമാനുള്ളവരുടെ പേരെന്താ? ഇസ്തിഖാമത്തുള്ളവനാണ്. ആ ഇസ്തിഖാമത്തുള്ള ആളുകളെ പറ്റിയാണ് ബദർ മൗലൂദിൽ നമ്മൾ പറയുന്നത്. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദഹി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൽ കുബറാ ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദഹി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൽ കുബറാ. ആരാണ് ബദരീകളെന്നറിയോ? ആരാണ് ബദരീകളെന്നറിയോ? അവരാണുങ്ങളാണ്, ആണുങ്ങളാ. അവര് തന്റെ ഇടമുള്ള പുരുഷന്മാരാണ്, പൗരുഷത്തിന്റെ പ്രതീകങ്ങളാണ്. പർവ്വതങ്ങളാ. ആരെ പറ്റിയാ സഹോദരങ്ങളെ പറഞ്ഞത്? ഇസ്തിഖാമത്തുള്ള ഒരു സംഘം ആളുകളെ പറ്റിയിട്ട് നമ്മളാക്കി മാറ്റിയ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തലയിൽ തൊപ്പി വെക്കാൻ, ദാടി വളർത്താൻ, കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കാൻ, എന്റെ പെങ്ങളെ പർദ്ദയിടാൻ, ഹിജാബ് ധരിക്കാൻ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴക്കാനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരാരാ? അവര് ബദരീങ്ങളല്ലേ? അന്ന് ബദറിലവര് പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇന്ന് പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ കഴിയോ? പള്ളിയിലെ ബാങ്ക് വിളി എന്ന് പറയുന്നത് ഒരു സമുദായത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ ഏതെങ്കിലും ഒരു രോഷാഗ്നിയുടെ പേരല്ലല്ലോ ബാങ്ക്. പരിശുദ്ധമായ പള്ളിയിൽ വിളിക്കുന്ന ബാങ്ക് എന്താണ്? കുഫാറുകൾക്കെതിരെയുള്ള വാളെടുക്കാനുള്ള ആഹ്വാനമാണോ? ഈ ദക്ഷിണ കന്നഡയിലെ ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു പെണ്ണ് പ്രസംഗിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. പള്ളിയിലെ ബാങ്ക് വിളി അത് കുഫാറുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആഹ്വാനമാണെന്ന് അല്ല. എന്താണ് ബാങ്ക് എന്ന് പഠിക്കുക. ആ ബാങ്ക് പഠിച്ചിട്ടാണ്, ആ ബാങ്ക് കേട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകളെ സംഭാവന വാങ്ങിയിരുന്ന ശമ്പളം പറ്റിയിരുന്ന ക്യാച്ചീവൻ എന്ന് പറയുന്ന യൂറോപ്പിന്റെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായ ക്യാച്ചീവനുണ്ടല്ലോ. മൊറോക്കയിലെ പള്ളിമിനാരത്തിൽ നിന്ന് കേട്ട ഈ ബാങ്കിന്റെ പരിശുദ്ധമായ നാദം, ഈ പരിശുദ്ധമായ നാമം കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്യാച്ചീവൻ എന്ന പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തോട് വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത് പ്രതിജ്ഞയെടുത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇന്നും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ഗൂഗിളിൽ
തന്നെ പരിശോധിച്ചു നോക്ക്. യൂസുഫ് ഇസ്ലാം എന്ന അടിച്ചു നോക്ക്. അദ്ദേഹം മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാം. ഒരു കാലഘട്ടത്തിലെ യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ശമ്പളം വാങ്ങിയിരുന്നത്. അയാളുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച ഏതാണ്? മൊറോക്കയിലെ പള്ളിമിനാരത്തിൽ നിന്ന് കേട്ട പരിശുദ്ധമായ ബാങ്കിന്റെ നാദമാണ്. ഇന്ന് ബാങ്കിന്റെ പേരുകൾ പറഞ്ഞിട്ട് അതല്ല ആഹ്വാനമാണ്, കുഫാറുകൾക്കെതിരെയുള്ള ആഹ്വാനമാണെന്ന് ഇവിടെ മാലികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ച് നടക്കുമ്പോ, ആണും പെണ്ണും പ്രസംഗിച്ച് നടക്കുമ്പോ, വലുതും ചെറുതും പ്രസംഗിച്ച് നടക്കുമ്പോ ഒന്ന് ചിന്തിക്കണേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ മുഴങ്ങി കേൾക്കുന്ന ബാങ്ക് എന്താണ്? സമാധാനത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും കലാപത്തിന്റെ ആഹ്വാനമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയവനാണ്, പടച്ചവൻ വലിയവനാണ്, അവന് വലിയവനാണ്, ഏറ്റവും വലിയവനാണ്. അതിനപ്പുറത്ത് വലിപ്പമുള്ള ആരും തന്നെയില്ല. അവന് വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിന്റെ സന്ദേശം മുഴങ്ങി കേൾക്കുമ്പോ ആ പള്ളിയിൽ കേൾക്കുന്ന ബാങ്കുണ്ടല്ലോ, അത് നമുക്ക് മനോഹരമായി വിളിക്കാൻ കാരണക്കാര് ബദരീങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവര് 313 പേരായിരുന്നപ്പോ ആയിരങ്ങളോട് പോരാട്ടത്തിന്റെ രണവീതിയിൽ ഇറങ്ങുമ്പോ അവര് പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല, പിടിക്കാൻ വാളുകളില്ല, തടുക്കാൻ പരിചകളില്ല, യാത്ര ചെയ്യാൻ ഒട്ടകമില്ല. 313 പേര് ആയിരങ്ങളോട് പോരാടിയിട്ട് വിജയത്തിന്റെ വെന്നിക്കൊടി വിഹായസിൽ പാറി പറപ്പിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ അവരെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? അവരാണ് പർവ്വത സമാനമായ ആളുകള്. അവര് പർവ്വതത്തിന് തുല്യമാണെന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാ? അവർ ഇസ്തിഖാമത്തുള്ളവരാണ്, അവർ അടിയുറച്ചു നിന്നവരാണ്. അവര് വാള് കണ്ടപ്പോ പതറിപ്പോയവരല്ല, അവര് പരിച കണ്ടപ്പോ തളർന്നു പോയവരല്ല. അവരുടെ 3 ഇരട്ടി വരുന്ന ആളുകളെ കണ്ടപ്പോ രണാകണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ചരിത്രമല്ല ബദരീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇസ്തിഖാമത്ത്, അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ മനോഹരമായ മന്ത്രോച്ചാരണത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ പോലെ, 1 ഇഞ്ചല്ല, 1 സെന്റിമീറ്റർ പോലെ പിന്നോട്ട് സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് പർവ്വത സമാനമായെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് ഈമാനുണ്ട്, ശരി തന്നെയാണ്. ഇല്ലെങ്കിൽ പാതിരാത്രിയോടടുക്കുന്ന ഈ സമയത്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഈമാൻ ഇസ്തിഖാമത്തിലൂടെ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്, അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പേര് പോലെ, സയ്യിദ് മല എന്ന പേര് പോലെ, ഈ പർവ്വതം എന്ന പേര് പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയം പർവ്വതം പോലെ ആവുക. അത് ഇസ്തിഖാമത്തിന്റെ വിഷയത്തിലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടിയുറച്ചു നിൽക്ക് സഹോദരങ്ങളെ. നാളെ ഒരു സമൂഹം നമ്മളെ പറ്റി നല്ലത് പറയും, അല്ലേ? എത്ര മഹാന്മാരാണ്. ഈ മഹാൻ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാൻ, ഒരു സയ്യിദ്. ആ സയ്യിദിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകൻ വരുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദ് വന്നത് നമുക്കറിയാം. വാപ്പയുടെ ഖബറിനരികെയാണ് മകൻ വന്നത്. ഈ കാണുന്ന പുരുഷാരം എന്നതിന്റെ പേരിലാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഭൗതികമായി എന്തെങ്കിലും എഴുതി കൊടുക്കുന്നുണ്ടോ? ഇവിടത്തെ ഏതെങ്കിലും കുറച്ച് വസ്തു പുരയിടം ആർക്കെങ്കിലും എഴുതി കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ വന്നത് എന്തിന്റെ പേരിലാണ്? ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ സംഗമവും ഒക്കെ ആ മഹാനുഭാവന്റെ പേരിലാണ്. ആ മഹാനുഭാവനെ ഓർത്തുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ സ്മരണയിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ ഈ പദവിയിലെത്തി എന്തുകൊണ്ടാണ്? അവർ ഇസ്തിഖാമത്തുള്ളവരായിരുന്നു. അവർ ഇസ്തിഖാമത്തുള്ളവരായിരുന്നു. നമ്മളും ഇസ്തിഖാമത്തോടുകൂടി, ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. ആ ഇസ്തിഖാമത്ത് ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഒരു തലമുറ അല്ല, വജ്അലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, ലോകം അവസാനിക്കുന്നത് വരെ ഒരു സമൂഹം നമ്മളെ പറ്റി നല്ലത് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആരെന്നോളി, എപ്പോഴും ദുആരക്കണം ആ വിഷയത്തിൽ. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഹബീബിന്റെ ദുആകളിൽ വളരെ പ്രസക്തമായ, പ്രശസ്തമായ, പ്രസിദ്ധമായ ഒരു ദുആയാണ്
ഈ വിഷയത്തിൽ നബിതങ്ങൾ ചെയ്യുന്ന ദുആ. നബിതങ്ങൾക്ക് ദ്വാരക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തിനാണ് ഇവിടെ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യം ബഹുമാനപ്പെട്ട ബംബ്രാണ ഉസ്താദ് പറഞ്ഞല്ലോ. ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ സാലിഹല്ല, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തിനാ പറഞ്ഞത്? അദ്ദേഹം സ്വാലിഹല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കള്ളം പറയോ? ഞാൻ സാലിഹല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം സാലിഹല്ല എന്നത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അദ്ദേഹം സാലിഹാണെങ്കിൽ അദ്ദേഹം ഒരു കളവ് പറഞ്ഞില്ലേ? പക്ഷെ എന്തിനാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ പഠിപ്പിക്കാൻ ഒരു സാലിഹല്ലാത്തൊരു മനുഷ്യൻ സാലിഹീങ്ങളെ സ്നേഹിച്ചാൽ അവനും സാലിഹാകും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണത്. ഒരിക്കലും കളവായിരുന്നില്ല. ഒരിക്കലും അദ്ദേഹം സാലിഹല്ലാത്തത് കൊണ്ടല്ല പറഞ്ഞത്, മറിച്ച് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ. സാലിഹീങ്ങളല്ലാത്ത നമ്മള് സാലിഹീങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് ആ പദവി കിട്ടുമെന്ന് പറഞ്ഞത്. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് ദുആയിലൂടെ നമ്മൾ എപ്പോഴും പറയണം, ഹബീബായ നബിതങ്ങൾക്ക് ദുആ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ദുആ പോലും പടക്കപ്പെടുന്നതിന് കാരണക്കാരനാണ്. ദുആ പോലും പടക്കപ്പെടുന്നതിന് കാരണക്കാരനാണ്. സ്വർഗം പോലും പടക്കപ്പെടുന്നതിന് കാരണക്കാരനാണ്. ആകാശഭൂമികൾ പടക്കപ്പെടുന്നതിന് കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നതെന്താണ്? എല്ലാ സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ദുആ കാണാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. സഹോദരങ്ങളെ, വല്ലാത്ത അർത്ഥമുള്ള ദുആയ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു, നാളെ എന്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇന്ന് പ്രസംഗം വെച്ച സംഘാടകരുടെ നാളത്തെ അവസ്ഥ എന്തെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്നെ കേൾക്കാൻ വേണ്ടി ആവേശത്തോടെ ഒരുമിച്ച് കൂടിയ എന്റെ ആണുങ്ങളെ, നിങ്ങളുടെ നാളത്തെ അവസ്ഥ എന്തെന്ന് പറയാൻ കഴിയില്ല. എന്നെ കേൾക്കാൻ വേണ്ടി പുറകിൽ ഒരുമിച്ച് കൂടിയ ഇടതുഭാഗത്തെ തടിച്ചുകൂടിയ സ്ത്രീ സമൂഹത്തോട് പറയുകയാ, നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈമാനുള്ളവനായി തന്നെ തുടരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, പടച്ചവരെ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. മുഖല്ലിബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്ന തമ്പുരാൻ. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്നത്. ഒരുപക്ഷേ ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും മാറാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ആ അവയവത്തിന് അങ്ങനെ തന്നെ പേര് വന്നത്. ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് സ്നേഹം കാണും, അടുത്ത നിമിഷം നിങ്ങളോട് എനിക്ക് പകയായിരിക്കും. ഒരു നിമിഷം നിങ്ങളോട് എനിക്ക് താല്പര്യമായിരിക്കും, അടുത്ത നിമിഷം എനിക്ക് നിങ്ങളോട് വെറുപ്പായിരിക്കും. ഇത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രത്യേകതയാ. ഒന്നും രീതിയിൽ അടുത്ത രീതിയിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് പേര് വന്നത് ഖൽബെന്ന്. ആ ഖൽബിനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തണേ തമ്പുരാനെ. ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. ഹൃദയപ്പൊരിക്കലിച്ച് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? മറ്റൊരു ഹദീസിലെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ ഹദീസ് നമ്മെ ഭയപ്പെടേണ്ടതാണ്. ആ ഹദീസുകൾ നമ്മെ വല്ലാതെ പേടിപ്പിക്കുകയാ. ആ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുന്ന ഒരാൾ നെഞ്ച് പൊട്ടിയിട്ടല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. ഈ ഹദീസ് മനസ്സിലാക്കിയ ഒരാൾ, ഈ ഹദീസ് ആശയം സമ്പന്നമായ നിലയിൽ മനസ്സിലാക്കുന്ന ഒരാൾ പാതിരാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞാലും അവരുടെ ആ ഒരു സങ്കടം തീരൂല. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ഇന്നൽ ഖുലൂബ ബൈന അസ്ബഅൈനി മിൻ അസാബിഇല്ലാ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണത്രേ, അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണത്രേ ഓരോ മനുഷ്യന്റെയും ഹൃദയമുള്ളത്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മറിച്ചുകൊണ്ടിരിക്കുമത്രേ. അല്ലാഹു ഹൃദയത്തെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമത്രേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഭയപ്പെടണ്ടേ. നമ്മുടെ ഈമാൻ അല്ലാഹു നൽകി ആദരിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കണ്ടിട്ടില്ലേ, ആദ്യമൊക്കെ വലിയ ഇബാദത്തിലായി കഴിയും
കഴിയുന്ന ആളുകൾ പിന്നീട് കള്ളിനും കഞ്ചാവിനും അടിമയായി പോകുന്നത് കണ്ടിട്ടില്ലേ? പെണ്ണിനും മദിരാശിക്കും അടിമയായി പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തിന്റെ പേരിലാണ്? അവിടെ ഹൃദയത്തെ അല്ലാഹു മാറ്റിമറിച്ചതിന്റെ പേരിലാ. ഹൃദയം എപ്പോഴാണ് അല്ലാഹു മാറ്റിമറിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല മുസ്ലിമേ. ഈമാനോടെ മരിക്കാ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ കാഫിറായിട്ട് നാളെ ചത്തുപോകേണ്ട അവസ്ഥ വന്നു പോയാൽ എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ കാര്യം കഷ്ടമല്ലേ? കഷ്ടമല്ലേ? അങ്ങനെ പരലോക കഷ്ടമാകുന്നൊരുത്തന്റെ അവിടുത്തെ ജീവിതം നഷ്ടമല്ലേ? ചിന്തിച്ചു നോക്ക് മുസ്ലിമേ. ഏതവസരത്തിലും നമ്മുടെ ഈമാൻ അല്ലാഹു തആല മറിച്ച് കുഫ്രിയത്തിലേക്ക് ആക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ദുആരക്കുക. അങ്ങനെ ആകാതിരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് ഇസ്തിഖാമത്ത്. അതാണ് ഏത് സമയത്തും എന്റെയും നിങ്ങളുടെയും ഹബീബ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, വിരലുകളുടെ ഇടയിൽ ഓരോരുത്തരുടെ ഹൃദയം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന അല്ലാഹുവേ സബ്ബിത് ഖൽബി അലാ ദീനിക. എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. ഇതേത് സമയത്തും നമ്മൾ എഴുതി വെച്ച് പഠിക്കണേ സഹോദരങ്ങളെ. ഇവിടെ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല, ലക്ഷങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ അധികാരം കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ ഏതെങ്കിലും പദവി കിട്ടിയിട്ട് കാര്യമില്ല. ഈമാൻ തെറ്റിപ്പോയാ നാളെ കട്ടിയാടുന്ന നരകത്തിന്റെ കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടും മുസ്ലിമേ. അതുകൊണ്ട് ഇവിടത്തെ ജീവിതം നമുക്കൊരു ജീവിതമല്ല. ഈമാൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇസ്തിഖാമത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാവുക. ഇതെന്റെയും നിങ്ങളുടെയും ഹബീബ് നമുക്ക് മാതൃക കാണിച്ചു തന്നതാ. ഒരവസരത്തിൽ ഹബീബ് തന്നെ പറഞ്ഞതെന്താണ്? പടച്ചവൻ ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നു. ഇന്നലെ രാത്രി എന്റെ അടുക്കൽ എന്റെ അള്ള വന്നു. ഇതാരാ പറയുന്നത്? കാരുണ്യത്തിന്റെ നിറകുടമായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. തമാശയ്ക്ക് പോലും ആ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ആകാശലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹു അറിയിക്കാത്ത സന്ദേശമൊന്നും ഇന്ന് വരെ ലോകത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? എനിക്കറിയില്ല, ഞാൻ ജിബ്രീൽ വന്ന് ചോദിച്ചിട്ട് പറയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരട്ടെ, എന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രതീകമേ. ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ അറിയിപ്പ് ലഭിക്കാതെ ഒരക്ഷരം പോലും പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, റബ്ബീ, ഇന്നലെ രാത്രി എന്റെ റബ്ബന്റെ അടുക്കൽ വന്നു. എന്തൊരഴകായ എന്റെ പടച്ചവനെ കാണാ, എന്തൊരു സൗന്ദര്യമായ എന്റെ റബ്ബിനെ കാണാ, എന്തൊരു സൗരഭ്യമായ എന്റെ പടച്ചവനെ കാണാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, എന്റെ പ്രവാചകരെ, എന്റെ ഹബീബേ, എന്റെ മുഹമ്മദേ, സ്തുതിക്കപ്പെട്ട എന്റെ ദാസാ, ഇദാ സ്വല്ലൈത, നമസ്കാരം പൂർത്തിയാക്കിയാൽ ഓരോ നമസ്കാരം കഴിയുമ്പോൾ ഫഖുൽ, അങ്ങ് ദുആരക്കണേ നബിയേ. എന്താ ദുആരക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാ വതർകൽ മുൻകറാ വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറ ലീ വതർഹമനി വതതൂബ അലയ്യ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ. ഈ നീണ്ട പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാ. അതിരാത്രിയുടെ നിശബ്ദതയിൽ തന്നെ ഉറക്കത്തിലേക്ക് കടന്നുവന്ന് ഏറ്റവും മനോഹരമായ കോലത്തിൽ കടന്നുവന്ന് അല്ല തന്നെ പഠിപ്പിച്ചു കൊടുത്തു, നബിയെ, നമസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടിക്കെട്ടി എഴുന്നേറ്റോടലല്ല. ഇന്ന് ബിദഈ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടിക്കെട്ടി എന്നെ കൊണ്ട് ഇനിയുള്ളത് പറ്റൂല, ഇനിയുള്ളത് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഇത്രയും ചെയ്തില്ലേ, എനിക്ക് ഇനി ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് പൊടിയും തട്ടിയിട്ട് എഴുന്നേറ്റ് പോകലല്ല. അവിടെ
അവിടെ ഇരിക്കുക. എന്നിട്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുക. എന്നിട്ട് സർവാധിപതിയായ സർവേശ്വരനായ സർവഗുണ സമ്പൂർണനായ സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ സർവലോകത്തിന്റെയും അധിപനായ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുക. എന്നിട്ട് ദ്വാരക്കടമെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീലൽ ഖൈറാത്ത്. അല്ലാഹുവേ, നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഏത് നല്ല പ്രവൃത്തിയും ചെയ്യാൻ എനിക്ക് തൗഫീഖ് താ അല്ലാഹ്. വതർകൽ മുൻകറാ, ഏത് നീചമായ കാര്യത്തെയും ഒഴിവാക്കാനും എനിക്ക് തൗഫീഖ് താ അല്ലാഹ്. വഹബ്ബൽ മസാകീൻ, പ്രമാണിമാരോടുള്ള സ്നേഹമല്ല, കാശുകാരന്റെ കീശയിലെ കാശ് കണ്ടിട്ടുള്ള സ്നേഹമല്ല, പ്രായം പണമുള്ളവരെ പത്രാസുള്ളവനെ സമൂഹത്തിൽ ഏറ്റവും കോടീശ്വരന്മാരെ മാത്രം നോക്കി സ്നേഹിക്കാനല്ല. സ്നേഹിക്കാൻ നബിതങ്ങൾ പറഞ്ഞത് കോടീശ്വരന്മാരെയല്ല, കോടിപതികളെയല്ല, ലക്ഷപ്രഭുക്കളെയല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് സ്നേഹിക്കാൻ പറഞ്ഞത് ആരെയാണ്? വഹബ്ബൽ മസാകീൻ, നാട്ടിലെ പാവപ്പെട്ടവരുണ്ടല്ലോ, മിസ്കീന്മാരുണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത, കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ രാപ്പകലുകൾ തള്ളി നീക്കുന്ന പട്ടിണി പേക്കോലങ്ങളുണ്ടല്ലോ, കയറി കിടക്കാടമില്ലാത്തവരുണ്ടല്ലോ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരുണ്ടല്ലോ, ഒരു തുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ടല്ലോ, മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവരുണ്ടല്ലോ. അവരെയാണ് സ്നേഹിക്കേണ്ടത്. അവരോടുള്ള സ്നേഹം എനിക്ക് തരണേ അല്ലാഹ്. ചോദിക്കൂ നബിയേ. പിന്നെ അല്ലാഹു പഠിപ്പിച്ചത് തഗ്ഫിറലി, എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. വതർഹമനി, എനിക്ക് കരുണ ചൊരിയണേ അല്ലാഹ്. വതതൂബ അലയ്യ, എന്റെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത്രയും പറഞ്ഞിട്ട് നബിതങ്ങളോട് അല്ലാഹു പഠിപ്പിച്ച ദുആ, നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം അവിടെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാ. നബിയെ, അങ്ങ് ചോദിക്കണമെന്ത്? വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബുൽനി ഇലൈക ഗൈറ മഫ്തൂൻ. എന്താ ദ്വാരക്കാൻ പറഞ്ഞത്? ഈ അവസാനം പറഞ്ഞ വാചകം അർത്ഥശങ്കക്കിടയില്ലാതെ അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണേ. എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് തന്നെ പറഞ്ഞു ചോദിക്കണേ. ഇദാ അറദ്ത ബിഇബാദിക ഫിത്ന, നിന്റെ അടിമകളിൽ നീ ഒരു നാശമിറക്കിയാൽ, അല്ലാഹുവേ, ആ നാശം എനിക്ക് എത്തുന്നതിന് മുമ്പ് ഫഖ്ബുൽനി ഇലൈക ഗൈറ മഫ്തൂൻ, ഫിത്നയിലാക്കാതെ നീ ഞങ്ങൾ അങ്ങ് മരിപ്പിക്കണേ അല്ലാഹ്. ഒരു നാശം നീ നിന്റെ അടിമകൾക്ക് ഇറക്കാൻ തീരുമാനിച്ചാൽ എന്നെ ആ നാശത്തിൽ നീ പെടുത്തല്ലേ തമ്പുരാനെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഒരു പുതിയ നാശം വരാൻ പോവാ. നാളെ പാർലമെന്റിൽ പാസ്സാവോ ഇല്ലേന്ന് നാളെ സൂര്യോദയം കഴിഞ്ഞ് അസ്തമയത്തിന് മുമ്പ് നമുക്കറിയാം. എന്താണെന്നറിയോ? എന്താണ്? 21 വയസ്സ് വേണം ഒരു പെണ്ണിനെ കെട്ടിക്കിടമെങ്കിൽ. പെൺകുട്ടികളെ കെട്ടിക്കുന്ന പ്രായം 21 വയസ്സാകണം. എങ്കിലേ വിവാഹം നിയമപരമായി സാധൂകരിക്കാൻ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സാധിക്കൂ. നിങ്ങളൊരു നിമിഷം ചിന്തിക്കുകയും ഞാനൊരു കാര്യം പറയാം. ഒന്ന് ചിന്തിക്കണം, ഒന്ന് ചിന്തിച്ചോളി. ഇവിടെ എത്ര വയസ്സിലാണ് സാധാരണ പെൺകുട്ടികളെ കെട്ടിക്കുന്നത്? 18 വയസ്സാണ്. നമ്മൾ ഏറ്റവും നല്ല മനോഹരമായി കവിതകളിലും ലേഖനങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? മധുര 17കാരി. മധുര 17കാരി അങ്ങനെയാണ് പറയുന്നത്. 17, 18, 19 വയസ്സാണ് നല്ല പ്രായം. അത് ഈ 21 വയസ്സാക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ധൃതി കൂട്ടുമ്പോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു. അതിന്റെ അപ്പുറത്ത് 18 വയസ്സാണ് ഇവിടത്തെ പ്രായപൂർത്തിയുടെ അടയാളം, അല്ലേ? 18 വയസ്സ്. ഒരാൾക്ക് വോട്ടവകാശമുള്ളത് എത്ര വയസ്സിലാ? 18 വയസ്സ്. 18 വയസ്സായ ഒരു പെണ്ണും 18 വയസ്സായ ഒരു പുരുഷനും നമ്മൾ നടന്നു പോകുമ്പോ ഏതെങ്കിലും വഴിയരികിൽ അവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു 18 വയസ്സുകാരനെയും 18 വയസ്സുകാരിയെയും
നമുക്ക് നിയന്ത്രിക്കാൻ അനുവാദമില്ല. വാപ്പയാണ് കണ്ടുകൊണ്ട് വരുന്നതെങ്കിലും കോടതിയിൽ ചെന്നാൽ കോടതി ചോദിക്കും, മോളെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നീ ചെയ്തത്? അതെ സർ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കോടതി അവരെ വെറുതെ വിടും. 18 വയസ്സായ ആണിനും പെണ്ണിനും എന്തും ചെയ്യാം, കോടതി അവരെ വെറുതെ വിടും. ഇന്ത്യയുടെ നിയമം അങ്ങനെയാണ്. ഇനി 18 വയസ്സായ ഒരു പൊന്നുമോളെ ഇനിയും 2-3 കൊല്ലം നിർത്തിയിരുന്ന കാലഘട്ടം വളരെ മോശമാണ്, അതുകൊണ്ട് കെട്ടിച്ചയക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പാവപ്പെട്ടൊരു വാപ്പ എവിടെന്നെങ്കിലും 5-10 പവൻ പൊന്നു വാങ്ങി പള്ളിയിലെ ഉസ്താദിനെ വന്ന് കണ്ട് നിക്കാഹിന്റെ ഡേറ്റ് എടുത്ത് 4 ആളെ വിളിച്ചുകൂട്ടി അവർക്ക് അല്പം ഭക്ഷണവും കൊടുത്തിട്ട് അനുവദനീയമായ നിലയിൽ ഈ വാപ്പ മോളെ 18 വയസ്സായ മോളെ കെട്ടിച്ചു കൊടുത്ത വാപ്പ അകത്താവും. ഇപ്പൊ മനസ്സിലായ? 21 വയസ്സാക്കുന്നതിന്റെ കുഴപ്പമില്ല. 18 വയസ്സായ ആണിനും പെണ്ണിനും എന്തും ചെയ്യാം, കുഴപ്പമില്ല. 18 വയസ്സായ പെണ്ണിനെ വാപ്പ അനുവദനീയമായ നിലയിൽ മതം ശാസിക്കുന്ന നിലയിൽ കല്യാണം കഴിച്ച് ഹലാലാക്കി കൊടുത്താൽ ആ വാപ്പയും മഹല്ല് ഖത്തീബും സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്മിറ്റിക്കാരും ഒക്കെ അകത്താവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആകത്തുക വ്യഭിചാരത്തിന് അനുവാദം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള നിയമമാണ് വരാൻ പോകുന്ന. പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വിവാഹപ്രായമെത്തി ആലോചിച്ച് നിൽക്കുന്ന 18 വയസ്സുള്ള പെണ്ണിന്റെ വാപ്പയും പറയുന്നത്, ഉസ്താദേ ചെക്കൻ ഗൾഫിലാണ്, അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണിനെ വിളിക്കാറുണ്ട്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിക്കാഹ് കഴിപ്പിച്ച് നമുക്ക് വെച്ചാൽ അവരുടെ ഫോൺ വിളിയെങ്കിലും ഒന്ന് ഹലാലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മക്കളെ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിച്ച് അയക്കാൻ ധൃതി കൂട്ടുന്ന കാലഘട്ടത്തിൽ 21 വയസ്സ് വരെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പെൺമക്കളെ അവസാനം വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തന്ത്രവും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ ദുആ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂൻ. നാട്ടിലൊരു ഫിത്ന ഉണ്ടായി കാണാനുള്ള കഴിവ് എനിക്കില്ല റബ്ബേ, അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ. ഹബീബായ നബി തങ്ങളോട് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കിനാവിൽ വന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാശത്തിന്റെ വക്കിൽ ആണുങ്ങളെ കല്യാണം കഴിക്കാം, അത് നിയമം വന്നു കഴിഞ്ഞു. പെണ്ണിനെ കല്യാണം കഴിക്കാം. ഈ ആണിനെ കല്യാണം കഴിക്കുമ്പോ എന്ത് സുഖമാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ എന്ത് സുഖമാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അല്ലാഹു തആല, അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അതൊക്കെ പറഞ്ഞ വേറൊരു വിഷയം, അതൊന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് പോകും, പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് നിയമങ്ങൾ നമുക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതെല്ലാം? പരിശുദ്ധ ഇസ്ലാമിനോടുള്ള അവരുടെ അടങ്ങാത്ത കലിയുണ്ടല്ലോ, അവരുടെ കടിച്ചു കീറാനുള്ള ഹിംസ്ര ജന്തുവിനെ പോലെ ഇങ്ങനെ രൗദ്രതയോടെ നാവും അതുപോലെ നഖവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ കടിച്ചു കീറാൻ വേണ്ടി വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് പാടില്ല. ഇവിടെയാണ് ഇസ്തിഖാമത്ത്, ഇവിടെയാണ് നമ്മൾ ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളി. 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി ആകെ 3/4 മണിക്കൂറേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോളേ, ഒന്ന് ശ്രദ്ധിക്കും. സാധാരണ നര വരുന്നത് എപ്പോഴാണ്? പ്രായമാവും. എന്ന പ്രായമാവുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് നര വരും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും. നര പെട്ടെന്ന് വന്നാൽ അതിന്റെ അടയാളം എന്താണ്? നമ്മൾ ചോദിക്കും, ടെൻഷൻ വല്ലതും അല്ലേ? ടെൻഷൻ ഉണ്ടായാൽ നര ഉണ്ടാവും. ടെൻഷൻ വന്നാൽ നര വരും. അത് ഹദീസല്ല, അത് ഖുർആന്റെ വെളിച്ചമാണ്. നിങ്ങൾ നോക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 21 രോമങ്ങൾ നരച്ചിട്ടുണ്ട്. പല റിവായത്തുകൾ പലതും വരുന്നുണ്ട്, 25-നപ്പുറത്തോട്ട് പോയിട്ടില്ല. എത്ര റിവായത്ത് ഉണ്ടെങ്കിലും ഈ നര ബാധിച്ചത് എന്തുകൊണ്ടാണ്? 63 വയസ്സായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. അതിന് മുമ്പ് നര ബാധിച്ചു നബി തങ്ങളുടെ ദാടി രോമങ്ങളിലും തലയിലെ രോമത്തിലും.
എന്നിട്ട് ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്, നബിതങ്ങൾ അങ്ങ് നരച്ച് വല്ലാതെ അങ്ങ് വെളുത്തുപോയ ആളല്ല, മറിച്ച് നര ഉണ്ടെങ്കിലും നബിതങ്ങൾ എപ്പോഴും എണ്ണ തേക്കുമായിരുന്നു. ആ എണ്ണ തേച്ച് എപ്പോഴും നബിതങ്ങൾ ഇങ്ങനെ തല കോതി ചീകി ഒതുക്കുമായിരുന്നു. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ തല ചീകി ഒതുക്കുമ്പോ ഈ വെള്ള നരച്ച രോമം അടിയിൽ പോയി അതിന്റെ മുകളിൽ കറുത്ത രോമം കയറുമായിരുന്നു. അല്ലാതെ ഡൈ അടിക്കണോണ്ടല്ല. ഇന്ന് 90 വയസ്സായവന് നല്ല കറുത്ത താടിയാണ്, നല്ല മീശ കറുത്തിരിക്കുക. ചില ആളുകൾക്ക് നമ്മൾ പോകുന്ന പരിപാടികൾക്ക് വരുമ്പോ സുന്നത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ തട്ടിവിടുന്നത് കേൾക്കുമ്പോ നമ്മൾ എന്നെ സരസിൽ നിന്ന് അത്ഭുതപ്പെട്ടു പോകും. ചില ആളുകൾ ബിസിനസ്സായി അല്ലാതെ ഒക്കെ ആയി. അപ്പൊ അവരെ അടുത്ത് കാണുമ്പോ നല്ല പ്രായമുണ്ട്, പക്ഷെ അവര് നരച്ചിട്ടില്ല. എന്തിനാ ഇത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ നര ഹബീബായ നബിതങ്ങളെ വല്ലാതെ വെളുപ്പിച്ചില്ല. നബിതങ്ങൾ തലകോതുമ്പോൾ, എണ്ണ തേച്ചിട്ട് തലകോതുമ്പോൾ കറുത്ത മുടിയുടെ അടിയിലേക്ക് വെളുത്ത രോമങ്ങൾ ഒളിക്കുമായിരുന്നു. ചെറിയൊരു നര ബാധിച്ചു. ആ നര ബാധിക്കാൻ കാരണം എന്താണ്? അവിടെ നിന്ന് തന്നെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് 2021 ഈ ഡിസംബർ മാസം 21-ാം തീയതി എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ജബൽ സയ്യിദ് എന്ന് പറയുന്ന സയ്യിദ് ജബൽ, ഈ ജബൽ മല, ഈ പറയുന്ന സയ്യിദ് മല എന്ന് പറയുന്ന ഈ സദസ്സിൽ ഇവിടെ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പുതിയ അറിവായി, അറിയാമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കതറിയാം. അറിയാമെങ്കിൽ അതൊരു ഉണർത്തലായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഹബീബായ നബിതങ്ങൾ നരച്ചതിന്റെ പിന്നിൽ എന്താ പ്രവർത്തിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പ്രായം വന്നങ്ങ് കിളവനായതിന്റെ പേരിലല്ല. ഹബീബായ നബിതങ്ങൾ നരച്ചത് ടെൻഷൻ അടിച്ചിട്ടാ. എന്ത് ടെൻഷനായിരുന്നു റസൂലുള്ളാഹിക്ക് ബാധിച്ചത്? എന്ത് ടെൻഷനായിരുന്നു? മാനസിക വിഷമമായിരുന്നു നബിതങ്ങൾക്ക് ഉണ്ടായത്. തന്റെ മകളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ഭാര്യമാരെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ആൺമക്കളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല. പിന്നെ റസൂലുള്ളാഹിയെ നരപ്പിച്ചതെന്താ? അവിടെ തന്നെ പറഞ്ഞല്ലോ, സയ്യബത്തിനി ഹൂദ്, എന്നെ നരപ്പിച്ചത് ഹൂദ് സൂറത്താ. ഹൂദ് സൂറത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഇറങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ നരച്ചുപോയി സഹബാ. പിൽക്കാലത്ത് മഹാമായ ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു. ആ സമയത്ത് അവരോട് ചോദിച്ചു, ഹബീബായ നബി തങ്ങളോട് അവർ ചോദിക്കുകയാ, നബിയേ, ബലഗനാ അന്നക ഖുൽതാ സയ്യബത്തിനി ഹൂദ്. ഞങ്ങൾ പഠിച്ചപ്പോൾ, ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്നെ ഹൂദ് എന്ന സൂറത്ത് നരപ്പിച്ചു എന്ന ഹദീസാണ്. എന്താ നബിയേ, ഏത് സൂറത്താ? അതിനകത്ത് എന്താ അങ്ങയെ നരപ്പിച്ചത്? ഖസസുൽ അംബിയാ, അംബിയാക്കളെ പറ്റിയിട്ടുള്ള ചരിത്രമാണോ? മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച വ്യാപനങ്ങളെ സംബന്ധിച്ചാണോ അങ്ങയെ നരപ്പിച്ചത്? അവരുടെ കാലഘട്ടത്തിലെ സമുദായത്തിന്റെ നാശമാണോ അങ്ങയെ നരപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സഹാബാ, എന്നെ നരപ്പിച്ചത് എന്തെന്നറിയോ? ആ ഹൂദ് എന്ന സൂറത്തിലെ ഒരു ആയത്താണ്. ഏതായത്താ? ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹ് കൽപ്പിച്ചതുപോലെ ഇസ്തിഖാമത്തിലാവണേ നബിയേ. അല്ലാഹുവിന്റെ കൽപ്പന പോലെ നിങ്ങൾ അടിയുറച്ച് നിൽക്കണേ നബിയേ എന്ന ആയത്ത് വന്നപ്പോൾ എനിക്ക് ഇസ്തിഖാമത്ത് എന്ന് കേട്ടപ്പോ ഞാൻ നരച്ചുപോയി സഹാബാ. ആ ഇസ്തിഖാമത്തിനെ പറ്റിയ സഹോദരങ്ങളെ, നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, ഈമാനുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ ഈമാനിൽ അടിയുറച്ച് നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്തഖിം കമാ ഉമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഇസ്തിഖാമത്തിലാകണം, അടിയുറച്ച് നിൽക്കണമെന്നുള്ള പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് മുത്തുനബി മരച്ചുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചില്ലറ കാര്യമല്ല, ഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ഇനി കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചു
ചോദിച്ചിട്ട് അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ മരപ്പിച്ച അധ്യായമാണ് സൂറത്ത് ഹൂദ്. ആ ഹൂദിലെ ഫസ്തഖിം കമാ ഉമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ആ ഒരു കൽപ്പന കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചു പോയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. നമ്മൾ നരച്ചതിന്റെ പേരിലാണ് മക്കൾ ഒളിച്ചോടിപ്പോയി, മക്കള് കഞ്ചാവിനടിമപ്പെട്ടു പോയി, ഭാര്യ ഒളിച്ചോടിപ്പോയി. ഇതൊക്കെ ഓർത്തിട്ട് നമുക്ക് നരബാധിച്ചു അല്ലേ? അള്ളാന്റെ ഹബീബ് നരച്ച എങ്ങനെയാണ്? സൂറത്ത് ഹൂദ് ഇറങ്ങി. ആ ഹൂദിൽ ഫസ്തഖിം കമാ ഉമിർത, നബി അങ്ങയോട് കൽപ്പിച്ചതുപോലെ, അങ്ങയോട് പറയപ്പെട്ടതുപോലെ അങ്ങ് അടിയുറച്ചു നിൽക്കണമെന്ന് ആയത്ത് വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നരച്ചുപോയി. കാരണം അത് ചില്ലറ കാര്യമില്ല, അത് ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഇത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിനെ ഇസ്തിഖാമത്തിലാക്കണമെന്ന ആഗ്രഹം തോന്നുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ഗൗരവമുള്ള കാര്യമാണ്. എവിടെ പോയാലും, നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ നമ്മൾ പോയാലും, ഏത് അധികാരിയുടെ മുമ്പിൽ പോയാലും, ഏത് കൊത്തളങ്ങളിൽ നമ്മൾ ചെന്നാലും, എവിടെയൊക്കെ നമ്മൾ പോയാലും അവിടെ ഒക്കെ നശിപ്പിക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ, ഇസ്തിഖാമ. ചോർന്നു പോകാൻ അനുവദിക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ മരിച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ ഷഹീദായില്ലേ, നമ്മൾ രക്തസാക്ഷിയായില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതം ഇതല്ലല്ലോ. നാളെ ആഖിറത്തിലെ സുന്ദരമായ, അനന്തമായ, അനശ്വരമായ ആ ജീവിതമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ആ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ദീനിന്റെ പേരിൽ പോകേണ്ടി വന്നാൽ അതിനപ്പുറം നമുക്ക് എന്ത് നേടാനാണ്?